ഏതായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും വരും മണിക്കൂറുകൾ നെഞ്ചെടുപ്പിന്റേതാണെന്ന് വ്യക്തം. ക്ലിഫ് ഹൗസിലും AKG സെന്ററിലും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. മാസപ്പടി കേസിൽ ED അന്വേഷണം ECIR രജിസ്റ്റർ ചെയ്തത് ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് 7ാം തവണയും ED നോട്ടീസ്. തോമസ് ഐസക്കിനെയും ED പൊക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഹാജരായില്ലെങ്കിൽ മൂക്കൽ പൊടിയാക്കുമോ എന്നൊക്കെയാണ് തോമസ് ഐസക് ഇപ്പോൾ ചോദിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനും കവിത റാവുവിനും ഹേമന്ത് സോറനുമൊക്കെ ഇപ്പോൾ എന്താണ് ED നൽകിയിരിക്കുന്ന മറുപടി എന്നുള്ളത് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും CPMന് നേരെ ചോദ്യങ്ങൾ. ഏതായാലും ED കേന്ദ്ര സർക്കാരിന്റെ കൂലി ജോലിക്കാരായെന്നൊക്കെയാണ് MV ഗോവിന്ദൻ സഖാവ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPMന്റെ കാര്യം എന്താകുമെന്നും ബാലൻ സഖാവ് പറഞ്ഞതുപോലെ ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ ഒക്കെ അന്വേഷിച്ച് നടക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചു. ഏപ്രിൽ 2-ന് ഹാജരാകാനാണ് നിർദ്ദേശം. മുൻപ് 6 തവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തോമസ് ഐസക് ഹാജരായിരുന്നില്ല. കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കവേ ED കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരുന്നു. കിഫ്ബി മസാല ബോണ്ടിന്റെ ഫണ്ട് വിനിയോഗ തീരുമാനങ്ങളിൽ ഐസക്കിന് നിർണായക പങ്കുണ്ടെന്ന് ഇതിൽ ED വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം EDക്ക് മുന്നിൽ ഹാജരായില്ലെങ്കിൽ മൂക്കുപൊടിയാക്കുമോ എന്നാണ് ഐസക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കും EDയെ പേടിയില്ലെന്നും അതിന് വടക്കേ ഇന്ത്യയിൽ പോയി നോക്കിയാൽ മതിയെന്നൊക്കെയാണ് തോമസ് ഐസക് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ED കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. കേസിൽ ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. SFIOയുടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രാഥമിക നടപടികൾ ആരംഭിച്ച ED ആരോപണ വിധേയർക്ക് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് വിവരം. കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന കേസാണ് അന്വേഷിക്കുന്നത്. നൽകാത്ത സേവനത്തിന് ലക്ഷങ്ങൾ കൈപ്പറ്റിയത് അഴിമതിയാണെന്നാണ് ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് EDയും കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും CMRLും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് SFIO സംഘം പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടേൽ കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തുന്നത്. CMRL നിന്നും എക്സാലോജിക് സൊല്യൂഷൻസ് 1.25 കോടിയോളം രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിനിടെ ED കേന്ദ്ര സർക്കാരിന്റെ കൂലി ജോലിക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ജോലി EDയുടേതും കൂലി BJPയുടേതുമെന്ന അവസ്ഥയാണ്. കേന്ദ്ര ഏജൻസികളുടെ എല്ലാം അവസ്ഥ ഇതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. EDയുടെ പേരിൽ BJP ഭീഷണിപ്പെടുത്തി പണം പിരിക്കുകയാണ്. കേജ്രിവാളിന്റെ അറസ്റ്റ് ഇതിന് ഉദാഹരണമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. കേജ്രിവാളിന്റെ അറസ്റ്റ് മദ്യവ്യാപാരിയായ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയിലാണ്. ആദ്യം കേജ്രിവാളിനെ അറിയില്ലെന്ന് പറഞ്ഞ റെഡ്ഡി പിന്നീട് മൊഴി മാറ്റുകയും ഇതുവഴി ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഈ ശരത്ചന്ദ്ര റെഡ്ഡി വഴിയും കോടികളുടെ തിരഞ്ഞെടുപ്പ് ബോണ്ട് BJPക്ക് കിട്ടി. കേജ്രിവാളിന്റെ അറസ്റ്റിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ അപമാനിതമാവുകയാണെന്നും ആദ്യം ജർമ്മനിയും പിന്നീട് അമേരിക്കയും നിലപാട് സ്വീകരിച്ചെന്നൊക്കെയാണ് ഗോവിന്ദൻ പറയുന്നത്.